മണ്ഡല പുനർനിർണയ നീക്കം നടപ്പാക്കാനുള്ള നീക്കം പരാജയപ്പെട്ടതോടെ പ്രതിപക്ഷം വനിതകൾക്കെതിരെന്ന പ്രചാരണം ആരംഭിച്ച് ബി.ജെ.പി. ബംഗാൾ, തമിഴ്നാട് തെരഞ്ഞെടുപ്പിലും പ്രചാരണ ആയുധമാക്കാനാണ് ബി.ജെ.പിയുടെ നീക്കം. അതേസമയം ബി.ജെ.പി പ്രചരണത്തെ പ്രതിരോധിക്കാനാണ് ഇന്ത്യ മുന്നണിയുടെ തീരുമാനം. 2023 പാസാക്കിയ വനിതാ സംവരണം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ മുന്നണിയും സമ്മർദ്ദം ശക്തമാക്കി. ഇന്നലെ നടന്നത് ജനാധിപത്യത്തിന്റെ വിജയമെന്നും മോദി സർക്കാരിന് കറുത്ത ദിനമെന്നും പ്രിയങ്ക ഗാന്ധിയും പ്രതികരിച്ചു. അതേസമയം 3 ദിവസത്തെ പ്രത്യേക പാർലമെന്റ് സമ്മേളനം അവസാനിച്ച് ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. വനിതാ സംവരണ ഭേദഗതിയുടെ മറവിൽ മണ്ഡല പുനർനിർണയം നടത്തി രാഷ്ട്രീയ ഭൂപടം മാറ്റാനുള്ള ബി.ജെ.പി. നീക്കം അതിദയനീയമായി ലോക്സഭയിൽ പരാജയപ്പെട്ടതിന് പിന്നാലെ പ്രതിപക്ഷം വനിതകൾക്ക് എതിരെന്ന പ്രചരണമാണ് ബി.ജെ.പി. നടത്തുന്നത്. തമിഴ്നാട്, ബംഗാൾ തെരഞ്ഞെടുപ്പുകളിൽ പ്രചരണ ആയുധമാക്കി മാറ്റുകയാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. പാർലമെന്റിൽ ഭരണഘടനാ ഭേദഗതി ബിൽ പരാജയപ്പെടുമെന്ന് അറിഞ്ഞിട്ടും തമിഴ്നാട്, ബംഗാൾ തെരഞ്ഞെടുപ്പുകൾക്കിടെ പ്രത്യേക സമ്മേളനം വിളിച്ചതിന്റെ അജണ്ടയും ഇത് തന്നെയാണ്. അതേസമയം ബിൽ പരാജയപ്പെട്ടത് ബി.ജെ.പിക്ക് ഷോക്കെന്നും കേന്ദ്ര സർക്കാരിന് ഇന്നലെ കറുത്ത ദിനമെന്നും പ്രതികരിച്ച പ്രിയങ്ക ഗാന്ധി ഇന്നലെ നടന്നത് ജനാധിപത്യത്തിന്റെ വിജയമെന്നും കൂട്ടിച്ചേർത്തു. പ്രതിപക്ഷം വനിതകൾക്കൊപ്പമെന്നും 2023 പാസാക്കിയ വനിതാ സംവരണ ബിൽ നടപ്പാക്കാൻ മോദി സർക്കാർ തയ്യാറാകണമെന്നും പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടു. सरकार कह रहे हैं कि ब्लैक डे है. ब्लैक डे इनके लिए इसलिए है क्योंकि पहली बार इनको धक्का लगा जो लगना चाहिए था. 2023 में जो सर्वसहमति से जो विधेयक पास हुआ था, पारित हुआ था, सारे दलों ने उसका समर्थन किया था. उसको लाइए, उसमें अगर कुछ एकाध संशोधन करना है छोटा ताकि वो अभी लागू हो सकता है, करिए और उसको अभी लागू करिए. മണ്ഡല പുനർനിർണയ ബിൽ പരാജയപ്പെട്ടപ്പോൾ ബി.ജെ.പി. അപവാദ പ്രചരണം ആരംഭിച്ചെന്നും ബി.ജെ.പിയുടെ തരികിട അജണ്ടകളാണ് പരാജയപ്പെട്ടതെന്നും പി. സന്തോഷ് കുമാർ എം.പിയും പ്രതികരിച്ചു. ഈ തരികിട സംഘത്തിന്റെ പരിപാടികൾ കൂടെ പൊളിഞ്ഞു എന്നതാണ് ഇന്നലെ രാത്രി ഉണ്ടായിരിക്കുന്ന മഹത്തായ വിജയം. ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് നോട്ടിഫൈ ചെയ്ത സ്ഥിതിക്ക് വനിതാ സംവരണ ബില്ലിന്റെ അതിന്റെ റൂൾസ് എത്രയും പെട്ടെന്ന് ഫ്രെയിം ചെയ്ത് നടപ്പാക്കണമെന്നുള്ളതാണ്. ബി.ജെ.പിയുടെ പ്രചരണത്തിനെ പ്രതിരോധിക്കാനാണ് ഇന്ത്യ മുന്നണിയുടെ തീരുമാനം. 2023 പാസാക്കിയ വനിതാ സംവരണം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയക്കും. തെരഞ്ഞെടുപ്പുകളിൽ വനിതാ സംവരണം നടപ്പാക്കാൻ ബി.ജെ.പി. തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ട് പ്രചരണവും ശക്തമാക്കും. കൈരളി ന്യൂസ്, ദില്ലി.